കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിനും TN പ്രതാപനും വീഴ്ചയുണ്ടായെന്നാണ് വിമർശനം. DCC പ്രസിഡന്റ് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സംഘടനാപരമായ തിരുത്തൽ വേണമെന്ന് മുതിർന്ന നേതാവ് തേറമ്പിൽ രാമകൃഷ്ണനും പ്രതികരിച്ചു. തന്നെ തോൽപ്പിച്ചവർ തന്നെയാണ് മുരളീധരനെയും തോൽപ്പിച്ചതെന്ന് പത്മജ വേണുഗോപാലും പറഞ്ഞു. കോൺഗ്രസ് പരാജയപ്പെട്ട 2 മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന തൃശൂരിലെ പാർട്ടിയിൽ പൊട്ടിത്തെറി ആരംഭിച്ചു കഴിഞ്ഞു. TN പ്രതാപൻ, ജോസ് വള്ളൂർ എന്നിവർക്കെതിരെ പരസ്യ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി. നേതാക്കളുടെ അവനവനിസത്തിന്റെയും സ്വാർത്ഥ താല്പര്യത്തിന്റെയും ശൈലിയുടെ ഭാഗമായിട്ട് ജനങ്ങളും പ്രവർത്തകരും പാർട്ടിയിൽ നിന്ന് അകലുകയാണ്. ഈ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഫലം അനുഭവിക്കേണ്ടി വന്നതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് കെ മുരളീധരനാണ്. തിരുത്തൽ വേണമെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ പരാജയം വരുമ്പോൾ പല കാരണവും പറയും. താൻ ഒഴികെ മറ്റുള്ളവരൊക്കെ കുറ്റക്കാരാന്ന് പറയും. അത് സാധാരണ സമ്പ്രദായം. തിരുത്തൽ കാര്യമുള്ളൂ. പ്രവർത്തനം കൂടെ ഊർജ്ജസ്വലമാക്കണം. തോൽപ്പിക്കുമ്പോഴും മുരളീധരനെ മാന്യമായി തോൽപ്പിക്കാമായിരുന്നുവെന്ന് പത്മജ വേണുഗോപാൽ. സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കാൻ വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കണ്ടേ? ഇതെന്തൊരു തോൽവിയോ തോൽപ്പിക്കട്ടെ? 3ാമത്തെ ഇലയ്ക്ക് ഇട്ടതാണ്. ഞാൻ അദ്ദേഹത്തിനോട്, ഞാൻ ഈ പ്രസ്ഥാനത്തിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് 2 ദിവസം മുമ്പ്. മുരളീധര വിഭാഗം പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ് തൃശൂരിലെ കോൺഗ്രസിൽ. റിപ്പോർട്ടർ, തൃശൂർ.